അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് യാത്രാമൊഴി നൽകി ജന്മനാട്. പൊതുദർശനം പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ തുടരുകയാണ്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ ആ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു രഞ്ജിത. നേഴ്സ് എന്ന നിലയിൽ ബ്രിട്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവധി നീട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് ഇവിടെ വന്ന് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവധി നീട്ടിയെടുത്ത ശേഷം വീണ്ടും ബ്രിട്ടനിലേക്ക് മടങ്ങിയത്. ആ മടക്കയാത്രയാണ് ഈ ദുരന്തത്തിൽപ്പെടാൻ ഇടവന്നത്. അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു. ഇപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയാണ് എത്തിച്ചേർന്നത്. ശ്രീജിത്ത് വിവരങ്ങളുമായി പുല്ലാട് നിന്ന്. ശ്രീജിത്ത്, പൊതുദർശനം പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി വീട്ടിലേക്കാണോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? ശ്രീജ, മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിലാണ് മറ്റ് ചടങ്ങുകളെല്ലാം ഉള്ളത്. ഏതാണ്ട് രാവിലെ 9:30 തുടങ്ങിയ പൊതുദർശനമാണ്. അതിപ്പോഴാണ് സമാപിക്കുന്നത്. ഇതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനം 2 മണി ആദ്യം 1:30 വരെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് മുൻപ് അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് ഒരു കാരണം ഈ മഴ കൂടി ഇപ്പോൾ പെയ്യാൻ തുടങ്ങിയതാണ്. എന്തായാലും വീട്ടിലാണ് ചടങ്ങുകൾ. പരമാവധി അവിടെ നിയന്ത്രണങ്ങൾ കുടുംബം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുദർശനം സ്കൂളിൽ എന്ന നിലയിലാണ് ഈ കുടുംബം അറിയിച്ചിരുന്നത്. എന്തായാലും 4:30 അന്തിമോപചാര, അതായത് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. മകനും മകളും ഒക്കെ വീട്ടിലാണുള്ളത്. അവർ രാവിലെ മുതൽ കാത്തിരിപ്പിലാണ്. അവരാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. സഹോദരങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സഹകരണമന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങൾ, തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്ന നിലപാടെടുത്തത്. എന്തായാലും പൊതുദർശനം പൂർത്തിയായി. മൃതദേഹം വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വീട്ടിലേക്ക്. വൈകാതെ വീട്ടിലേക്ക് മൃതദേഹം എത്തും. ശ്രീജ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ലയിലെ പുല്ലാട് നിന്ന്.